സ്റ്റാർട്ട് ചെയ്താ. ഞാൻ ഇന്നൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ. മറ്റൊന്നുമല്ല, നമ്മുടെ ഈദ് സ്പെഷ്യലായിട്ട് നമ്മൾ കോഡ് സെറ്റിൻ്റെ ഓർഡർ നമ്മൾ എടുത്തിരുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അല്ലേ. ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചതിൽ ഒത്തിരി, ഇച്ചിരി ദൂരോട്ട് നിന്നാലും കുഴപ്പമില്ലല്ലോ, പിന്നെ ഒത്തിരി പ്രതീക്ഷയിലുപരി നമുക്ക് ഓർഡറാണ് കോഡ് സെറ്റിന് കിട്ടിയത്. ഒരുപാട് സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് ഹാപ്പി ആയിരുന്നു. കാരണം ഇത്രയും നാൾ നമ്മൾ പ്രീ ബുക്കിംഗ് എടുത്തതിൽ ഇത്രയും നല്ലൊരു ഓർഡർ കിട്ടുകയെന്ന് പറയുമ്പോൾ നമ്മൾ ഹാപ്പി അല്ലേ അല്ലേ. കാരണം അത്രയും നിങ്ങളെല്ലാവരും നമ്മളെ വിശ്വസിച്ച് ഓർഡർ തന്ന ഒരു ഐറ്റമാണ്. ക്വാണ്ടിറ്റി പറയാനാണെങ്കിൽ നല്ല ക്വാണ്ടിറ്റി ആട്ടോ, എണ്ണം പറയാൻ എനിക്ക് പറ്റുന്നില്ല, ഒരുപാട് നല്ലതാണ് ഈ ഒരു ഐറ്റം. കണ്ടോ, ഈ ഒരു കോഡ് സെറ്റിന് പ്രീ ബുക്കിംഗ് നമ്മൾ എടുത്ത്, കാരണം എല്ലാവർക്കും കിട്ടട്ടെ, എല്ലാവരുടെ സൈസിനും. കാരണം ബിഗ് സൈസുകാർ ചിലർ പരാതി പറയാറുണ്ട്, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകുന്നു. നമ്മൾ അത്യാവശ്യം നല്ല ഓളിയത്തിൽ, നിങ്ങൾ തന്നെ കാണുന്നുണ്ട്, ഓരോ ഐറ്റംസും അത്യാവശ്യം നല്ല ഓളിയത്തിലാണ് കൊണ്ടുവരുന്നത്. ഇത് ഇപ്പം തന്നെ നോക്കിയേ, ഇത് കോഡ് സെറ്റാണ്, ഇത് പുതിയ ഇപ്പോൾ വന്നേക്കുന്ന കോഡ് സെറ്റാണ്. ഇത് ഞാനിപ്പോൾ വീഡിയോ ഇന്ന് വരുമായിരിക്കും ഇത് കേട്ടോ. അപ്പം ഇതും കോഡ് സെറ്റ് തന്നെയാണ്. അപ്പം എങ്ങനെല്ലാം കൊണ്ടുവന്നാലും കോഡ് സെറ്റിൻ്റെ ഡിമാൻഡ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നത്. ചിലർ ചോദിക്കും ഇത്തിരി ക്വാളിറ്റി വെച്ചിട്ടാണോ നിങ്ങൾ വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. സത്യത്തിൽ എല്ലാവർക്കും കിട്ടത്തക്ക രീതി മാക്സിമം ക്വാളിറ്റി കൊടുത്തിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ കോഡ് സെറ്റൊക്കെ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. 950 ഇത്രയും നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിനകത്ത് ഇത്രയും നല്ല സ്റ്റിച്ചിങ്ങോട് കൂടിയിട്ട് കോഡ് സെറ്റൊക്കെ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ അല്ലേ. അതിന് നല്ല എമൗണ്ട് വരുന്നതാണ്. പക്ഷേ നമ്മൾ മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കി തരുന്നതിൻ്റെ കാരണം നല്ലൊരു ഓളിയം നമ്മൾ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ. ഇത് പുറത്തുള്ള യൂണിറ്റുകളിലാണ് നമ്മൾ ചെയ്യിപ്പിക്കാറുള്ളത്. അപ്പം ഞാൻ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ എൻ്റെ യൂണിറ്റിലെ ഭായിമാരോട് ഞാൻ കറക്റ്റ് കൺഫേം ചോദിച്ചിട്ടാണ്. എനിക്ക് ഇത്രയും ഓർഡർ ഉണ്ട്, ഭായിമാർ തന്നെ ഞെട്ടിപ്പോയി. ഇത്രയും ഒരു ഓർഡർ കിട്ടിയപ്പോൾ അവരും പ്രതീക്ഷിച്ചില്ല പ്രീ ബുക്കിങ്ങിൽ ഇത്രയും വലിയൊരു ഓർഡർ വരുമെന്ന് അവരും ഞെട്ടിപ്പോയി. കാരണം നമ്മൾ അത്യാവശ്യം നമ്മുടെ മെറ്റീരിയൽ നമ്മൾ ബാക്കി വെച്ചിട്ടാണ് പ്രീ ബുക്കിംഗ് എടുക്കുന്നത്. കാരണം ഓർഡർ കിട്ടുമ്പോൾ അന്നേരം നമുക്ക് പ്രീ ബുക്കിങ്ങിൻ്റെ വർക്ക് സ്റ്റാർട്ട് തുടങ്ങും. അപ്പോൾ നമുക്ക് കിട്ടിയ ഓർഡർ എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കാത്തതിലപ്പുറം ആയിപ്പോയി. അപ്പോഴത്തേക്ക് നമ്മളിത് പുറത്തുനിന്ന് ഇമ്പോർട്ട് കൊണ്ടുവരുന്ന മെറ്റീരിയൽ, അല്ലാതെ നമ്മുടെ ഈ പെട്ടെന്ന് കിട്ടുന്ന മെറ്റീരിയൽ ഇമ്പോർട്ടഡ് ആയിട്ട് ചെയ്തെടുക്കുന്ന ആ മെറ്റീരിയൽ വരണമെങ്കിൽ തന്നെ അവർക്ക് ഒരുപാട് താമസം വരും. അങ്ങനെ ഞാൻ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് പോയി. നല്ലൊരു ഓർഡറും എനിക്ക് കയറി. അപ്പോൾ എനിക്ക് ഉറപ്പ് തരുന്നു എനിക്ക് എന്തായാലും ഉടനെ തന്നെ കിട്ടുമെന്നിട്ട്. 30 ദിവസമാണ് നമ്മൾ നിങ്ങളോടും പറഞ്ഞിരുന്നത്, 30 ഡേയ്സ്. അപ്പോൾ ഇപ്പോൾ 30 ഡേയ്സ് ആയി കഴിഞ്ഞു. സത്യത്തിൽ ഈ ഐറ്റം നമ്മുടെ സ്റ്റോറിലേക്ക് വന്നിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ കളർ വേരിയേഷൻസ് വന്നപ്പോൾ എനിക്കൊരു വിഷമം കൊണ്ട്, കാരണം നിങ്ങൾ ആ കളർ കണ്ടിട്ടായിരിക്കുമല്ലോ നമ്മളടുത്ത് ബുക്ക് ചെയ്തത് അല്ലേ, നിങ്ങൾ ആഗ്രഹിച്ചിട്ട് ബുക്ക് ചെയ്ത സാധനമല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും അത് തിരിച്ചയച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ കറക്റ്റ് കളർ തന്നെ കിട്ടണമെന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ച്. അത് ഇനി ഒന്നും വരാനുള്ള ഒരു താമസമുണ്ട്. അത് ഞാൻ ബ്ലാക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു പകുതിയും നമ്മൾ ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ബ്ലാക്ക് കിട്ടാനുള്ളതെന്ന് വെച്ചാൽ 3XL 4XLകാർക്കുമാണ് 5XLകാർക്കുമാണ് ബ്ലാക്ക് കിട്ടാനുള്ളത്. ബാക്കിയെല്ലാം ബ്ലാക്കിൻ്റെ ഏകദേശം നമ്മൾ കഴിഞ്ഞു. ഇനി ബ്ലാക്ക് ഒരു 2 ദിവസത്തിനുള്ളിൽ ബാക്കിയും തീരുമെന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിലും ഞാൻ നിങ്ങളുടെ മുന്നിൽ, കാരണം ചിലർ വറീഡായിട്ടിരിക്കുന്നുണ്ട്, പ്രീ ബുക്കിങ്ങിൻ്റെ ഐറ്റം കിട്ടുന്നില്ലല്ലോ എന്ന് വരച്ചിട്ട് വറീഡായിട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഇപ്പം വന്നില്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കും നമ്മൾ വിശ്വാസമില്ലാതെ വന്ന് ചെയ്തതാണോ എന്നുള്ള ചിന്ത കൊണ്ടാണ്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഇത് റീഫണ്ട് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം കോഡ് സെറ്റ് എപ്പോൾ കൊണ്ടുവന്നാലും എനിക്ക് മൂവിങ് ആണ്. ഞാൻ നമ്മുടെ എന്താ പറയുക, നമ്മൾ റെഡി സ്റ്റോക്കായിട്ട് കൊടുത്താലും എല്ലാവരും എടുക്കുമല്ലോ. അപ്പോൾ എനിക്കതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ പേയ്മെൻറ്റ് നമ്മൾ നേരത്തെ വാങ്ങിച്ചിട്ടിരിക്കുന്നത് ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇനി ഇത് റീഫണ്ട് വേണമെന്ന് ആഗ്രഹമാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരാഴ്ചയെന്നും കൂടെ പറയാം. കാരണം ചിലപ്പോൾ ഒരാഴ്ചയ്ക്ക് മുന്നേ തരാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. എങ്കിലും ഞാൻ ഒരാഴ്ച പറയാണ്. ഒരാഴ്ചയും കൂടെ നമുക്ക് ചിലപ്പം ബാക്കിയുള്ളത് ഡിസ്പാച്ച് ചെയ്യാൻ താമസം വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണ്ട എന്ന് താല്പര്യം. 950 എൻ്റെ പ്രൈസ്. ആ ഒരു പ്രൈസ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇതിനല്ല എപ്പോൾ എടുത്ത് വെച്ചിരുന്നാലും നിങ്ങൾക്ക് വെറുത്ത് തന്നെയാണ് ഈ ഒരു ഐറ്റം. അപ്പം വേണ്ട എന്ന നിർബന്ധമുള്ളവരാണെങ്കിൽ ഞാൻ പ്രത്യേകം വാട്സപ്പ് നമ്പർ കൊടുക്കാം. അതിനകത്ത് നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ പേയ്മെൻറ്റ് അന്നേരം തന്നെ റീഫണ്ട് ചെയ്ത് തരും. അതല്ലെങ്കിൽ ഇവിടുന്ന് ഇന്ന് തൊട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രീ ബുക്കിങ്ങിൻ്റെ ലിസ്റ്റ് എടുത്തിട്ട് ഇന്ന് തന്നെ എല്ലാ കസ്റ്റമറെയും വിളിക്കാനായിട്ടുള്ള നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ അങ്ങോട്ട് വിളിക്കും. നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട എന്നാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നേരം പറഞ്ഞാൽ നമുക്കത് റീഫണ്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആരും വിഷമിക്കല്ലേ. നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് വരുന്നത് കൊണ്ട് ഞാൻ ഓരോരുത്തർ കിട്ടിയില്ല, പ്രീ ബുക്കിങ്ങിൻ്റെ ഐറ്റം കിട്ടിയില്ല എന്ന് 1 month ആയല്ലോ എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാനിപ്പം വീഡിയോയിലൂടെ വന്നത് തന്നെ. പിന്നെ അതിനോടൊപ്പം ഒരു ലോങ് ടോപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീ ബുക്കിങ്. അതും ഇൻഷാ അള്ളാ ഉടനെ തന്നെ എത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അഥവാ എന്തെങ്കിലും കാരണവശാൽ ഇച്ചിരി ഡിലേ ആയി പോയാൽ ഇതുണ്ടോ, ഇതും ഉടനെ 2-3 ദിവസമാണ് എൻ്റെ അടുത്ത് ഭായിമാർ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും 2-3 ദിവസങ്ങളിൽ എൻ്റെ ഫ്ലോറിൽ വന്നിട്ട് പിന്നെ ഞാൻ നിങ്ങൾക്ക് ഡിസ്പാച്ച് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 3 ദിവസം എടുക്കും നിങ്ങളുടെ കയ്യിൽ എത്താൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു വിഷമമുണ്ട്. അതും നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം, നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഇവിടുന്ന് പിള്ളേർ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി, അന്നേരം തന്നെ നമ്മൾ റീഫണ്ട് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇത് ഞാനൊരു മുന്നറിയിപ്പായിട്ട് തന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വാസം നമ്മളിലൊരു വിശ്വാസമുണ്ട്. നമ്മളല്ലേ, ഞാനൊരു
വിശ്വാസം ഉള്ളതുകൊണ്ട് എനിക്ക് ഏത് ഐറ്റവും എനിക്ക് പ്രീ ബുക്കിംഗ് പോസിബിൾ ആണ്, എല്ലാ ഐറ്റവും. പക്ഷെ ഞാൻ പ്രീ ബുക്കിംഗ് എടുക്കാത്ത കാരണം എനിക്ക് അങ്ങനെ പറഞ്ഞ് പറ്റിച്ച് നമ്മൾ ആ ഒരു ടെൻഷൻ കൊണ്ടാണ് കേട്ടോ. ഞാൻ സോറി, നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഇതിങ്ങനെ പറ്റിപ്പോയാൽ ഞാൻ ഇനി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭയമാരത്തിന് ഞാൻ പ്രീ ബുക്കിംഗ് എടുക്കത്തില്ല, ഉറപ്പ് എനിക്ക് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ സമയത്ത് നമ്മളൊരു വാക്ക് പറയുന്ന ഒരാൾ ചെയ്യുന്ന ഒരു കാര്യം മേടിച്ചിട്ട് അവർക്കത് കൊടുക്കാം, ആ സമയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അത് വല്ലാത്തൊരിതാണ്. നമ്മളങ്ങനെ ചെയ്തിട്ടില്ലാത്തത് കൊണ്ടും ഞാനിപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഇനി പറഞ്ഞ് അങ്ങനെ ഉണ്ടാവില്ല എന്ന് എൻ്റെ അടുത്ത് ഭയമാരം ഉറപ്പ് പറഞ്ഞത്, എങ്കിലും ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം അങ്ങനെ വിഷമിച്ചിരിക്കുന്നവരാരും വറിയിടാവില്ല, ഒരാഴ്ചയ്ക്കുള്ളിൽ എന്തായാലും ഉറപ്പായിട്ട് നിങ്ങളുടെ കൈകളിൽ ഈ ഐറ്റം എത്തുന്നതായിരിക്കും. ഇതിന് ബുക്ക് ചെയ്തവരാണെങ്കിൽ റീഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ റീഫണ്ട് ചെയ്ത് തരും. വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് മെസ്സേജ് ഇട്ടിരുന്നാലും ചിലപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ കിട്ടിയില്ലെങ്കിലോ എല്ലാവരും കൂടെ വിളിക്കുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് ഇട്ടിരുന്നാൽ അന്നേരം തന്നെ നിങ്ങൾ തിരിച്ച് കോൺടാക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിലേക്ക് വന്നത്, ഒന്ന് മനസ്സിലാക്കുക. സോറി കേട്ടോ.